അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജിയോഗ്രഫിയിലെ ദേശീയോദ്യാനം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് എടുക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയുന്നു പെരിയാർ. ഓക്കെ, പെരിയാർ ദേശീയോദ്യാനം. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നമ്മൾ പറഞ്ഞല്ലോ സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം ഇടുക്കിയിലാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലും. ഓക്കെ, അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരുമേട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. പെരിയാറിൻ്റെ പേരി പീരു, അപ്പോൾ പെരി പീരു. ഓക്കെ, പെരി പീരു അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഏതാണ് താലൂക്ക് എന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഈ പെരിയാർ എന്ന പേരിനോട് സാദൃശ്യമുള്ളൊരു പേരായിട്ട് തോന്നുകയാണല്ലോ പീരു. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഏതാണ്? കോട്ടമല. 2019 മീറ്ററാണ് ഉയരം, ഏതാണ്ട് 2 കിലോമീറ്റർ. ഓക്കെ, അപ്പം പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല. 2019 മീറ്റർ ഉണ്ട് ഉയരം. ഓക്കെ, 2 കിലോമീറ്ററോളം ഉയരമുണ്ട്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ്. അതായത് കാർഡമം ഹിൽസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാർഡമം ഹിൽസ് അഥവാ ഏലം കുന്നുകളുടെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല. അത് 2019 മീറ്ററാണ് അതിൻ്റെ ഉയരം. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ്, അഥവാ കാർഡമം ഹിൽസിൻ്റെ നടുക്കായിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1982. ഓക്കെ, 1982 വർഷത്തിലാണ് പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. അപ്പോൾ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേടാണ്, പീരുമേട് താലൂക്ക്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കോട്ടമല, 2019 മീറ്റർ. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ്. ഓക്കെ, പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1982. ഓക്കെ, 1982 പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഇനി പറയുന്നു ആനമുടിച്ചോല. ഓക്കെ, ആനമുടിച്ചോല ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ആനമുടിച്ചോലയുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്, പാമ്പാടും ചോലയുണ്ട്. ഇങ്ങനെ 3 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പേര് വന്ന് തീരുന്നത് ചോല എന്നാണ്. ഓക്കെ, ആനമുടിച്ചോല എന്താണ്? പാമ്പാടും ചോല, മതികെട്ടാൻ ചോല എന്നൊക്കെ. ഇങ്ങനെ ചോല എന്ന പേരിൽ വന്ന് തീരുന്ന ദേശീയോദ്യാനങ്ങളെല്ലാം നിലവിൽ വന്ന വർഷം 2003. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, ചോല എന്ന് പേരുള്ള എല്ലാ ദേശീയോദ്യാനങ്ങളും നിലവിൽ വന്ന വർഷം 2003. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദേശീയോദ്യാനവും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003. ഓക്കെ, ചോല എന്ന് പേരുള്ള എല്ലാം 2003 വന്നത്. ഈ ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ല. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. ഓക്കെ, തൂവാനം ഒന്ന് ഓർത്താൽ മതി. ആനക്കാണല്ലോ തുമ്പിക്കൈ ഉള്ളത്. ഓക്കെ, തുമ്പിക്കൈയുള്ളത് ആനക്കാണല്ലോ. അപ്പം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. തുമ്പിക്കൈയായിട്ടൊന്ന് ഓർത്താൽ മതി. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, നിങ്ങൾ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓർക്കുക, തുമ്പിക്കൈയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്നായിരുന്നു. അപ്പോൾ അതെന്താണ്? തൂവാനം. ഓക്കെ, ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഇനി പറയുന്നു ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളുണ്ട്. എന്താണ്? ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഇടിവരച്ചോല, മറ്റൊന്ന് പുല്ലാരടിച്ചോല. ഓക്കെ, ഇടിവരച്ചോല റിസർവ്, പുല്ലാരടിച്ചോല റിസർവ്, അതുപോലെ തന്നെ മന്നവൻ ചോല റിസർവ്. എന്താണ് മന്നവൻ ചോല റിസർവ്? അതായത് ഇത്ര ഓർത്താൽ മതി. മന്നവന് ഇടിപുല്ലാണ്, അങ്ങനെ ഓർത്താൽ മതി. എന്താണ്? മന്നവന് ഇടിപുല്ലാണ്. അതായത് എന്താണ്? മന്നവൻ ചോല റിസർവ്. ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവരച്ചോല റിസർവ്, പുല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലാരടി ചോല റിസർവ്. ഈ 3 റിസർവുകളാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവരച്ചോല റിസർവ്, അതുപോലെ തന്നെ പുല്ലാരടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ഓക്കെ, അപ്പോൾ ആനമുടിച്ചോല നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് ആനമുടിച്ചോല? ആനമുടിച്ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടിവരച്ചോല, പുല്ലാരടിച്ചോല, അതുപോലെ തന്നെ മന്നവൻ ചോല റിസർവ്. ഓക്കെ,
ഇനി അടുത്ത പറയുന്നു മതികെട്ടാൻ ചോല. ഓക്കെ, മതികെട്ടാൻ ചോല ഇടുക്കിയിലാണ്, സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നേരത്തെ പറഞ്ഞു. ഓക്കെ, മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുമ്പൻ ചോല. ഓക്കെ, പണ്ട് കള്ളന്മാർ മതിലിലേക്ക് വലിഞ്ഞേറാം, വലിയ മതിലൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വലിഞ്ഞേറാൻ വേണ്ടി ഉടുമ്പിനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഓർത്താൽ മതി. അപ്പം മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻ ചോല. അപ്പം മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുമ്പൻ ചോലയാണ്. ഓക്കെ, ഉടുമ്പൻ ചോല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോല എന്ന് വന്ന് തീരുന്ന പേരുള്ള എല്ലാ ദേശീയോദ്യാനങ്ങളും നിലവിൽ വന്ന 2003 ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മതികെട്ടാൻ ചോല നിലവിൽ വന്ന വർഷവും 2003. ഓക്കെ, 2003. അതുപോലെ തന്നെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടുമലയാണ്. നമ്മൾ നേരത്തെ പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാ പറഞ്ഞാൽ കോട്ടമല. എന്നാൽ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുമലയാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ മതികെട്ടാൻ ചോല. എന്താണ്? മതിലിലോട്ട് പണ്ട് കള്ളന്മാർ വലിയ മതിലിലേക്ക് വലിഞ്ഞേറിക്കൊണ്ടിരുന്നത് ഉടുമ്പിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഉടുമ്പിനെ. ഓക്കെ, അപ്പം അന്നത്തെ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടങ്ങളിൽ കള്ളന്മാരെല്ലാം കാട്ടിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കാട്ടിലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം കാട്ടുമല അങ്ങനെ ഓർത്താൽ മതി. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. ഓക്കെ, കാട്ടുമല. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ്, ഓക്കെ, 1897, എപ്പോഴാണ്? 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. ഓക്കെ, റിസർവ് വുഡ് ലാൻഡ്. തൽക്കാലം ഇത്ര ഓർത്താൽ മതി. വുഡ് എന്ന് പറയുമ്പോൾ തടിയാണല്ലോ, കള്ളന്മാർ കാട്ടിൽ നിന്ന് തടി അടിച്ചുകൊണ്ട് പോകണമെന്ന് ഓർത്താൽ മതി. ജസ്റ്റ് കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, അപ്പം അതിനെതിരായിട്ട് വന്നൊരു നിയമം എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. അത് എവിടെയാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ മതികെട്ടാൻ ചോലയിൽ. ഓക്കെ, അപ്പോൾ 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? മതികെട്ടാൻ ചോലയാണ്. ഓക്കെ, മതികെട്ടാൻ ചോല. ഏത് വർഷം? 1897. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് എന്ത്? മതികെട്ടാൻ ചോല. ഇനി പറയുന്നു മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഓക്കെ, ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഓക്കെ, ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഈ 3 പുഴകളാണ് എവിടെ ഉള്ളത്? മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളൊക്കെ. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. അപ്പോൾ നമുക്ക് മതികെട്ടാൻ ചോല ഒന്നുകൂടെ നോക്കാം. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോല. മതികെട്ടാൻ ചോല നിലവിൽ വന്ന വർഷം 2003. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഓക്കെ, ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഇനി പറയുന്നു പാമ്പാടും ചോല. ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചോല എന്ന് പേരുള്ള എല്ലാ ദേശീയോദ്യാന നിലവിൽ വന്ന 2003. അതുകൊണ്ട് തന്നെ പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഓക്കെ, അത് നമുക്കറിയാം, ഇടുക്കിയാണ്. പാമ്പാടും ചോല നിലവിൽ വന്ന വർഷം 2003. ഓക്കെ, സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, പാമ്പാടും ചോല നിലവിൽ വന്ന വർഷം 2003. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഓക്കെ, ഈ പാമ്പാടും ചോലയുടെ വിസ്തീർണമാണ് 1.32 ചതുരശ്ര കിലോമീറ്റർ. അതായത് 1, 2, 3 ഓർത്താൽ മതി, അല്ലെങ്കിൽ 3 നടുക്ക് വന്നെന്ന് ഓർത്താൽ മതി. അപ്പോൾ 1.32 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പാമ്പാടും ചോലയുടെ വിസ്തീർണം 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ പാമ്പാടും ചോല ദേശീയോദ്യാനം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. പാമ്പാടും ചോല നിലവിൽ വന്ന വർഷം 2003. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പാമ്പാടും ചോലയുടെ വിസ്തീർണം 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കണം. ഞാൻ ഇന്ന് പഠിപ്പിച്ച എല്ലാം ഒന്ന് സ്പീഡിൽ വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചതെല്ലാം എത്രത്തോളം നിങ്ങളുടെ തലയിലുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവിടുന്ന് തന്നെ ഇത് പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം പെരിയാർ ദേശീയോദ്യാനം ഞാൻ വായിക്കുവാണ്. പെരിയാർ ദേശീയോദ്യാനം, എല്ലാവരും കണ്ണടച്ചിരിക്കുക. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട്. ഓക്കെ, പെരി അങ്ങനെ ഓർത്താൽ മതി. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? കോട്ടമല. 2019 മീറ്ററാണ് ഉയരം. ഓക്കെ, കോട്ടമല 2019 മീറ്റർ ഉയരം. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ്, അഥവാ കാടമം ഹിൽസ്. ഓക്കെ, അതുപോലെ തന്നെ പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1982. ഓക്കെ, 1982. പിന്നെ നമ്മൾ പറഞ്ഞു ആനമുടി ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചോല എന്ന് പേരിൽ വന്ന് തീരുന്ന എല്ലാ ദേശീയോദ്യാനങ്ങളും നിലവിൽ വന്ന 2003.
ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. ഒന്ന് ഓർക്കുക, സൈലന്റ് വാലി ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി മാത്രം പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനക്ക് തുമ്പിക്കയുണ്ടല്ലോ, അപ്പോൾ തൂവാനം അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു. എന്താണ്? മന്നവന് ഇടിപുല്ലാണ്. അതായത് മന്നവൻ ചോല റിസർവ്, ഇടിവര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്. പിന്നെ നമ്മൾ പറഞ്ഞു മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോലയാണ്. നമ്മൾ പറഞ്ഞല്ലോ പണ്ട് വലിയ മതിലുകളൊക്കെ കള്ളന്മാർ കയറാൻ വേണ്ടി ഉടുമ്പിന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, ഉടുമ്പൻ ചോല. അപ്പോൾ മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉടുമ്പൻ ചോല. മതികെട്ടാൻ ചോല നിലവിൽ വന്ന വർഷം 2003. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഓക്കെ, ഇനി പറയുന്നത് പാമ്പാടും ചോല. ലാസ്റ്റത്തെ നമ്മൾ പഠിച്ചാണ് പാമ്പാടും ചോല. എന്താണ്? പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. പാമ്പാടും ചോല നിലവിൽ വന്ന വർഷം 2003. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പാമ്പാടും ചോലയുടെ വിസ്തീർണം 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? 1.32 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ PSC ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.